കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നും നിർഭാഗ്യം മാത്രം ഉണ്ടാകുന്നത് ഇത് കാരണമാകാം. എന്താണല്ലേ ഭാഗ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? പെട്ടെന്ന് ഒരാൾ പഠിച്ചു വന്നു, നല്ല നല്ല മാർക്കിൽ പാസ്സായി വന്നു, പെട്ടെന്ന് തന്നെ ആ അഡ്മിഷൻ കിട്ടി, എൻജിനീയറിംഗ് അല്ലെ നല്ല ഏതെങ്കിലും ഒരു പ്രൊഫഷൻ കിട്ടി, ആ പ്രൊഫഷനിലോട്ട് നല്ല രീതിയിൽ പോകുന്നു. അതിന് പ്രൊഫഷനിൽ കിട്ടി ഉടനെ തന്നെ ഒരു സ്ഥാനക്കയറ്റം കിട്ടി മുന്നോട്ട് പോകുന്നു, സാലറി നല്ല ഹൈ സാലറി കിട്ടുന്നു, നല്ലൊരു വിവാഹം നടക്കുന്നു, വസ്തു വീട് വാഹനം എല്ലാം ആവുന്നു, കുഞ്ഞുങ്ങളാവുന്നു, നല്ല സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു. ഇതൊക്കെയാ ഭാഗ്യങ്ങളിൽപ്പെട്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് ചുരുക്കം ചില അവസരങ്ങളിലൊക്കെ വരും, പക്ഷെ ആ സമയത്ത് എന്തെങ്കിലും കാരണത്താലൊക്കെ അത് നികത്തി മുന്നോട്ട് സന്തോഷമായിട്ട് പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെയാ ഭാഗ്യമുള്ളൊരു ജീവിതം എന്നൊക്കെ പറഞ്ഞു. ലക്ഷങ്ങളും കോടികളും ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക. കോടികളുണ്ടായിട്ട് ഒരു മനസ്സമാധാനമില്ല, സ്വസ്ഥതയിലായിട്ട് ജീവിക്കുക എത്രയോ പേരുണ്ട്. അപ്പം നമുക്ക് നിർഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവും. എന്നുവെച്ചാൽ ഉദാഹരണം പറയാം, ഒരാൾ എൻ്റെ അടുത്ത് പ്രശ്നമൊക്കെ വന്നു, ഒരു കുട്ടി പറയാം, തിരുമേനി എനിക്കാണെങ്കിൽ എന്നും ദൗർഭാഗ്യമാണ്. എൻ്റെ കോപ്പി അടിച്ച് പോയ ആള് ഇപ്പം ഓഫീസിൽ എൻ്റെ സീനിയറായിട്ടിരിക്കുകയാണ്. എൻ്റെ അത്രയും പോലും ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് അതില്ല. എൻ്റെ ആദ്യത്തെ വിവാഹമാണ്. ഞാൻ വിവാഹം കഴിച്ചത് എൻ്റെ അമ്മാവനും വളയാണ്. അവർക്ക് എന്നെ 2 വയസ്സിന് മൂത്തതാണ്. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുറേ വർഷമായി, ഇതൊരു കുഞ്ഞുങ്ങളായിട്ടില്ല. എന്നും സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, പലവിധ അസുഖങ്ങൾ. എന്നാൽ എന്നും അമ്പലത്തിൽ പോകുന്നുണ്ട്, വഴിപാട് കഴിക്കുന്നുണ്ട്. എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ? ഇതൊക്കെ നമുക്ക് ചോദിക്കുമ്പോൾ എന്താ, ഇതൊക്കെ നമുക്ക് ദൗർഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യം എന്നൊക്കെ പറയാം. ഭാഗ്യമില്ലാതായിക്കൊണ്ടിരിക്കുക, ദിവസവും ഭാഗ്യം കുറഞ്ഞു വരിക. ചിലരുടെ ജാതകത്തിൽ പരിശോധിക്കുമ്പോൾ വ്യാഴത്തിനെയാണ് ഭാഗ്യകാരനായിട്ടൊക്കെ പറയുന്നത്. വ്യാഴം 6, 8, 12 രാശികൾ നിൽക്കുക, വ്യാഴത്തിന് നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാവുക, നീചക്ഷേത്രങ്ങളിലേക്ക് വ്യാഴം മാറുന്ന അവസരങ്ങൾ, ദശ, അപഹാരം, ഗോചരം ഒക്കെ നമ്മൾ ചിന്തിക്കണം. അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ ആൾക്ക് നല്ല സമയമായിട്ടും ഗുണം കിട്ടുന്നില്ല. പറഞ്ഞ വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടാവാം. ഇവരുടെ അംശവസ്ഥയൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് കാണുന്നൊരു കാര്യമാണ് മുജ്ജന്മദോഷം എന്ന് പറയും, ജന്മാന്തരകൃത പാപദോഷം. ജാതകത്തിൽ വേറെ പ്രശ്നം നോക്കുമ്പോഴേ പൂർവ്വ പുണ്യാർജന്മം കർമ്മം, അത് പൂർവ്വജന്മത്തിൽ നിന്നും ആർജിച്ചു വന്ന കർമ്മങ്ങളുണ്ടാവും. പാപകർമ്മങ്ങളുണ്ടാവും, നല്ല കർമ്മങ്ങളുണ്ടാവും. ഇതിൻ്റെ ബാക്കി പത്രമാണ് ഈ ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില കുട്ടികളെയൊക്കെ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ വളരെ ജന്മന ഭയങ്കര കഴിവുകളായിരിക്കും. പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ദൃഷ്ടിദോഷമോ അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവും, അവരുടെ കഴിവൊക്കെ കിട്ടും. ചിലർ ജന്മന ഭയങ്കര അറിവ്, ചിലപ്പോൾ സംഗീതം പഠിച്ചിട്ടില്ല, ചില 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് പാടും, നൃത്തം ചെയ്യും. പക്ഷെ ഇവരൊന്നും വലിയ താമസമില്ല, ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 32 വയസ്സ്, അല്ലെങ്കിൽ ചില കലാകാരന്മാർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കാം, ഒരു എങ്ങനെയല്ല 50 വയസ്സിൽ കൂടുതൽ. എല്ലാവരും ഞാൻ പറഞ്ഞത്, ചില കലാകാരന്മാർ ജീവിക്കത്തില്ല. കാരണം ഇവര് കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കി പത്രം ജന്മത്തെ ജീവിക്കാൻ കിടക്കുക. അപ്പൊ അത് ജീവിച്ച് തീർക്കാൻ വേണ്ടി ഇവർ വന്നതാണ്. അപ്പൊ ഇവര് അത്രയും കാലം ജീവിച്ചു, അവരുടെ ഭൂമിയിലെ അവരുടെ ആയുസ് കഴിഞ്ഞു, അവര് പോയി. അപ്പൊ നമുക്ക് പൂർവ്വജന്മത്തിൽ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ, ഇപ്പോൾ ഒരാളിൻ്റെ വിവാഹം മുടക്കിയിട്ടുണ്ട് നമ്മൾ. ഈ ജന്മത്തിൽ നമ്മുടെ ഒരു വിവാഹമല്ല 3 വിവാഹം മുടങ്ങും. ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജന്മം നല്ലൊരു തൊഴിൽ നമുക്ക് കിട്ടത്തില്ല, കിട്ടിയാൽ ഉറച്ചു നിൽക്കാൻ പറ്റത്തില്ല. സകല കലാവല്ലഭനായിട്ടും ഈ കലകളൊന്നും നമുക്കൊരു ഗുണം ഉണ്ടാവില്ല. നമ്മളിതൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കൊരു ഗുണം ഉണ്ടാവും. ഇതൊക്കെ മുജ്ജന്മ ദോഷത്തിൽ പെടുന്ന കാര്യങ്ങളൊക്കെയാണ്. ദൗർഭാഗ്യം, നമ്മൾ വേറൊരാളും കൂടെ പോയിട്ട് ലോട്ടറി എടുത്തു, നമ്മുടെ കൂടെ നിന്നാക്ക് അതേ കുറ്റിയിൽ അതേ സീരിയൽ നമ്പറിൽ എടുത്ത 2 പേരാ, ഒരക്കത്തിൻ്റെ പോലും വ്യത്യാസം കാണത്തുള്ളൂ. കൂടെ എടുത്താക്ക് കിട്ടും, നമുക്ക് കിട്ടത്തില്ല. ഒരു ഇൻ്റർവ്യൂവിന് പോയി, നമ്മൾ പറഞ്ഞു കൊടുത്താക്ക് പാസ്സായി, നമ്മൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് പാസ്സായില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിൻ്റെ ഉദാഹരണമായിട്ട് പറയാം. ദൗർഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മനസ്സ് മേടിക്കുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും സൗഭാഗ്യമോ ദൗർഭാഗ്യമോ അല്ല വേണ്ടത്. സൗഭാഗ്യത്തിൽ എന്ത് വേണം? പ്രയത്നിക്കണം. ജാതകത്തിൽ നമ്മൾ നോക്കിയിട്ട് ഏത് ഗ്രഹത്തിനെ കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ദൗർഭാഗ്യയോഗം അല്ലെ മുജ്ജന്മദോഷം
അല്ലെങ്കിൽ ഈ ജന്മാന്തര പാപദോഷം ഒക്കെ പറയാൻ പറ്റുന്ന. ചിലർക്ക് ജന്മാന്തര ബാധാദോഷം ഉണ്ടാവും. അപ്പം അത് ജാതകം വിശദമായിട്ട് പഠിച്ചിട്ട് നല്ലൊരു ജ്യോതിഷനെ ഫോണിൽ കൂടെ ചോദിക്കാൻ പാടില്ല, നേരിട്ട് പോയി കണ്ട് ചോദിച്ചിട്ട് എന്നും എനിക്ക് ദൗർഭാഗ്യം ഉണ്ടാകും, എന്തുകൊണ്ടാണ്, ആ വിഷയമായിട്ട് ചിന്തിക്കുന്നത്. അത് കാര്യമായിട്ട് ഗ്രഹണപ്രകാരം ചിന്തിക്കണം, കവടി പ്രശ്നത്തിനും ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് അതിന് പരിഹാരം തേടണം. ചിലർക്കെന്ന് പറഞ്ഞാൽ ചില കാരണവന്മാരുടെ പുനർജന്മങ്ങളായിട്ട് ചില കുടുംബത്തിൽ ജനിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അവർ ചെയ്ത പാപകർമ്മങ്ങൾ നമ്മൾ അവരുടെ പുനർജന്മമായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ദൗർഭാഗ്യം ഉണ്ടാവാം. അതെല്ലാം ഇതിൽ പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ദൗർഭാഗ്യയോഗം ഉള്ളവർ വിഷമിച്ചിരിക്കാതെ ഉണ്ട് എൻ്റെ തലവര ഇതാണ്, അല്ലെ എൻ്റെ ജീവിതം ഇതാണ്, അല്ലെ എനിക്ക് ഇതുകൊണ്ട് കഴിഞ്ഞു, എൻ്റെ ഭാവി തീർന്നു എന്നൊക്കെ വിഷമിച്ചിരിക്കാതെ കണ്ട് ദൗർഭാഗ്യയോഗം ഉണ്ടോ, പരിഹാരമുണ്ട്. ഞാൻ ആ ദൗർഭാഗ്യത്തെ സൗഭാഗ്യമാക്കും എന്ന് 100% വിശ്വസിക്കണം. ആദ്യം നമുക്ക് അവനവനൊരു വിശ്വാസം വേണം. അവനവനൊരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ എന്ത് കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ചെറിയ പനിയുള്ള ആളായാൽ പോലും ക്യാൻസർ ആണെന്ന് പറഞ്ഞ് പേടിച്ചു കഴിഞ്ഞാൽ ആ ആൾ പേടിച്ചവിട്ടിരുന്ന് മനോരോഗിയായി പോകത്തേ ഉള്ളൂ. ആൾക്ക് ചെറിയൊരു പനിയെ കാണത്തുള്ളൂ. എന്നാൽ വലിയ മഹാരോഗമുള്ള ആളായാൽ പോലും മാനസിക ബലം ഉണ്ടെങ്കിൽ, ജീവിതം തിരിച്ചു പിടിക്കുന്ന ബലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി വരാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.